അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷാഹുലിൻ്റെ ഫോൺ അന്ന് ബെല്ലടിക്കുന്നുണ്ട്. ഒരു നിമിഷം അവൻ ഫോൺ എടുത്തു നോക്കി. ആരപ്പത് ഈ സമയത്ത്? ഓ, ഇത് ആസിഫ് സാർ ആണല്ലോ. ഹലോ ആസിഫ് സാർ. ആ ഷാഹുൽ, എങ്ങനെയുണ്ടടാ നിൻ്റെ കാര്യങ്ങളൊക്കെ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ആ, ശരി ശരി. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത്. എന്താ ആസിഫ് സർ? അല്ലേ, ഒന്നുമല്ല. നമ്മുടെ ഷമീറിൻ്റെയും നമ്മുടെ ആയിഷയുടെയും കല്യാണക്കാരിയെ എന്നെ വിളിച്ച് പറഞ്ഞ് ഏൽപ്പിച്ചതാണ് നിങ്ങളൊന്ന് പറയണമെന്ന് പറഞ്ഞിട്ട്. കാരണം എന്തൊക്കെ തന്നെയായാലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ പ്രയാസമായിരിക്കും. എന്നാലും ഇത് പറയാഞ്ഞാൽ പറ്റൂലല്ലോ. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പെങ്ങൾക്ക് വേണ്ടി കല്യാണം പറഞ്ഞതല്ലായിരുന്നോ? അത് ആ ഒരു ടെൻഷനും ഉണ്ടാവുമല്ലോ അല്ലേ? അത് എന്ത് ചെയ്യുക, എൻ്റെ പെങ്ങൾക്ക് ബുദ്ധിമോശം കൊണ്ട് അവൾ അത് വകവെച്ചില്ല. ഇനി പറഞ്ഞിട്ട് നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് അവർ സുഖസുന്ദരമായി ജീവിക്കട്ടെ. എൻ്റെ പെങ്ങളുടെ സ്വഭാവം എന്ന് വെച്ചാൽ പല തവണകളിലായിട്ട് മാറി മറിയും. നല്ലൊരു ഉസ്താദായിരുന്നു ഷെഫി ഉസ്താദ്. അവരുപേക്ഷിച്ചില്ലേ, അതിന് മേലുണ്ടപ്പോൾ ഇതൊക്കെ. ഇതൊന്നും നിൽക്കാതെ കഴിഞ്ഞില്ലല്ലോ. എന്നാലും എനിക്ക് മനസ്സിൽ നല്ല പ്രയാസമുണ്ടായിരുന്നു. കാരണം അത്രക്കും അദ്ദേഹം എൻ്റെ പെങ്ങളെ നോക്കി പ്രസവവും കാര്യങ്ങളും എല്ലാത്തിനും സപ്പോർട്ടായി നിന്ന്. എന്താ ചെയ്യുക, അവളെല്ലാം നഷ്ടപ്പെടുത്തി അവസാനം കുഞ്ഞിനെ കൊണ്ടുപോയി അവർ. സാരല്ല, അവൾക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും ഇഷ്ടം, അവളങ്ങനെ നടക്കട്ടെ. ഉമ്മയും ഉപ്പയൊക്കെ പരമാവധി ഉപദേശിച്ചതാണ് ഈ കാര്യം. എന്ത് ചെയ്യാൻ, സാരല്ല. ആയിഷയും ഷമീറും തമ്മിലുള്ള വിവാഹം നടക്കട്ടെ. അതുതന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും. അർഹതപ്പെട്ടവർക്ക് തന്നെ ലഭിക്കണം. അർഹതപ്പെടാത്തവർക്ക് അതൊന്നും കൊടുക്കരുത്. കാരണം അവർ അതും തട്ടിക്കളയും. ആ ഒരു വാക്കുകൾ കേട്ട ആസിഫ് ശരിക്കും ഞെട്ടുകയായിരുന്നു. സാറല്ലട, എന്താ ചെയ്യുക, വിധിയുള്ളതിൽ നടക്കോ. എൻ്റെ പൊന്നു സാറേ, എനിക്കൊന്നും ഒരു വിഷമമില്ലതിൽ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതെ, നമ്മുടെ ഷെഫി ഉസ്താദ് ബത്തൂരിനെ കല്യാണം കഴിച്ചപ്പോഴും എൻ്റെ മനസ്സ് സന്തോഷിച്ചിട്ടേ ഉള്ളൂ. കാരണം എന്താ, ഒരുപാട് വിഷമിച്ചതാണ്. പല തവണകളായി എൻ്റെ പെങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ അവളതൊന്നും അനുസരിച്ചില്ല. അവൾ അവളുടെ ഇഷ്ടത്തിന് നടന്നു. എന്നാൽ എനിക്ക് വളരെയധികം സന്തോഷമാണ്. അങ്ങനെ തന്നെ വേണ്ടത്. അല്ലാതെ ഒരിക്കൽ പോലും അവളെപ്പോലുള്ളവരെ വീണ്ടും. പക്ഷേ എൻ്റെ പെങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്. വീണ്ടും എനിക്ക് ഷെഫി ഉസ്താദിനെ മാത്രം മതി എന്നാണ് പറയുന്നത്. ഒരിക്കലും എനിക്ക് അതിനോട് യോജിപ്പില്ല. കാരണം അവർ നല്ല രീതിയിൽ ജീവിക്കട്ടെ. കാരണം എൻ്റെ പെങ്ങളെ നല്ല രീതിയിൽ എങ്ങനെയെന്ന് വെച്ചാൽ വേണ്ട രീതിയിലൊക്കെ നോക്കിക്കണ്. പക്ഷെ അവളെല്ലാം തട്ടിത്തെറിപ്പിച്ചു. ഇനിയും അവന് സ്വീകരിക്കുകയാണെങ്കിൽ അവന് ആ ദാമ്പത്യ ജീവിതം തകർക്കും അവൾ, എനിക്ക് ഉറപ്പുണ്ട്. കാരണം ബത്തൂലുമായുള്ള ബന്ധമൊന്നും അവൾക്ക് ഇഷ്ടപ്പെടൂല, ഒന്നിനും മടിക്കൂല. അവൾ ഇവിടെ തന്നെ അങ്ങ് നിൽക്കട്ടെ. ഇപ്പോൾ വീണ്ടും മറ്റൊരു ജോലിക്ക് എന്ന് പറഞ്ഞ് പോയിക്കണേ. ഞങ്ങൾ ആരും എതിര് പ്രവർത്തിക്കാറില്ല. ഉമ്മയും പറയാറില്ല, ഉപ്പയും പറയാറില്ല. അഥവാ അങ്ങനെ ആണെങ്കിൽ തന്നെ ഞങ്ങളോട് പറയും, നിങ്ങളിപ്പോൾ ഇതിന് എൻ്റെ കാര്യം നോക്കണത് എന്ന് ചോദിക്കും. അതുകൊണ്ട് എൻ്റെ പൊന്നു സാറേ, ആയിഷയും നമ്മുടെ ഷമീറും തമ്മിലുള്ള ആ ഒരു കല്യാണം വളരെയധികം ഉഷാറായി നടക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ കല്യാണം പറയാൻ വരാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് വന്നാൽ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഒന്നുമില്ല. എന്തായാലും ഇൻഷാ അല്ലാ ഞാൻ വന്നുകൊണ്ട് പറ്റുകയാണെങ്കിൽ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ കേട്ടോ. വീട്ടിൽ വിളിക്കാൻ വരാൻ ഷമീർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് എന്തൊക്കെ തന്നെയാലും അങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കഴിഞ്ഞു പോയതല്ലേ. ഉമ്മയും അവരൊക്കെ അവിടെ വന്നതുമാണ്. അപ്പോൾ എന്നോടൊന്ന് വിളിച്ച് പറയാൻ പറഞ്ഞു നിന്നോടൊന്ന്. കാരണം നിനക്കത് ഉൾക്കൊള്ളാൻ കഴിയുമല്ലോ എന്തൊക്കെ തന്നെയായാലും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫാമിലി അടക്കം വരണമെന്നാണ് അവൻ്റെ ആഗ്രഹം. പിന്നെയെന്ന് വെച്ചാൽ അവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അറിയാലോ. ശരിക്കും അവൾക്കും പരിചയം ഉണ്ടാവുമല്ലോ. പിന്നെ സീനത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വിഷമമില്ലായിട്ടല്ല. എന്താ ചെയ്യുക, അവളുടെ അവസ്ഥയും കാര്യങ്ങളും അതൊക്കെ അങ്ങനെ ഒരു മൈൻഡായിരിക്കും. എന്താ ചെയ്യുക, ഓരോരുത്തരോ ഓരോ രീതിയിലല്ലേ പടക്കുക. എന്തായാലും അങ്ങനെയാണെങ്കിൽ ഞാനും ഷമീറും ഒന്ന് വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഉമ്മാക്കും വരാൻ നല്ല ആഗ്രഹമുണ്ട്. നിങ്ങളോട് അന്ന് പല വട്ടം ആയിട്ട് നിങ്ങളോട് കാര്യങ്ങൾ സംസാരിച്ചതാണല്ലോ. പക്ഷെ അവൾ പെട്ടെന്ന് അവളുടെ മനംമാറ്റം അത് അവർക്കും നല്ലൊരു സങ്കടമായിട്ടുണ്ട്. സാരല്ല, എന്തായാലും അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ അത് കേട്ട ഷാഹുൽ പറഞ്ഞു,
ഒന്നുകൊണ്ടും നിങ്ങൾ വിഷമിക്കണ്ട. കാരണം ഞങ്ങൾ അത്രക്കും അവളോടൊക്കെ പറഞ്ഞതാണ് എല്ലാ കാര്യത്തിനെ കുറിച്ചും. പക്ഷേ അവൾക്ക് അങ്ങനെ ഒരു മൈൻഡില്ല. ഞാൻ എന്ത് ചെയ്യും? അവൾ ഇപ്പോൾ പറയുന്നത് ഷെഫി ഉസ്താദിൻ്റെ അടുത്തേക്ക് പോകണം, അവരുടെ കൂടെ ജീവിക്കണം എന്നൊക്കെ തന്നെയാണ്. എന്താ ഇങ്ങനെയൊക്കെ ആയ ചെയ്യുക? അറിയുന്നില്ല. ശരിക്കും വല്ലാത്തൊരു പ്രയാസം തന്നെയാണ്. ഞങ്ങൾക്കും തന്നെ വീട്ടുകാർക്കൊരു സമാധാനമില്ലല്ലോ അവൾ കാര്യത്തിൽ. അവളുടെ ഒരു ചിന്താഗതി അങ്ങനെയാണ്, അവളുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ കാര്യത്തിൽ ഞങ്ങൾക്കും പ്രയാസമാണ്. പിന്നെ വീട്ടുകാരിങ്ങനെ പറയുന്നുണ്ട് എൻ്റെ വിവാഹത്തിൽ നടത്തുന്നതിനെ കുറിച്ചൊക്കെ. എനിക്കാണെങ്കിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ താല്പര്യപ്പെടുന്നേ ഇല്ല. ഞാൻ അല്ല ഉപ്പ പറയുന്നു അവളുണ്ട് വിചാരിച്ചിട്ട് ഇപ്പം നീ ഇങ്ങനെ നിന്നാൽ പറ്റുമോ, അങ്ങനെയൊക്കെ ഇങ്ങനെ ഉപ്പ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഉപ്പ, അവൾക്കൊരു ജീവിതം നമുക്ക് ആദ്യം കണ്ടുപിടിക്കാനായിട്ട് എൻ്റെ നോക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് കേട്ട ആസിഫ് പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, വിചാരിക്കണ്ട. അവളെന്ന് വെച്ചാൽ അവളുടെ സുഖം തേടി പോയവളാണ് ഒരിക്കൽ. പിന്നെ നല്ലൊരു ഉസ്താദ് ഉണ്ടായിട്ട് പോലും അവൾ മറ്റൊരു ജീവിതം തേടിപ്പോയി. പിന്നെ അത് അത് കഴിഞ്ഞപ്പോൾ വേറൊരു നല്ലൊരു ജീവിതം അവൾക്ക് വന്നപ്പോൾ അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു. അങ്ങനെയുള്ള ആളെ നമ്മളിപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ അവളെ പിന്നാലെ അവൾക്ക് വേണ്ടി നീ നിൻ്റെ ജീവിതം ഒഴിഞ്ഞു വെക്കേണ്ട ആവശ്യമില്ല. ഷാഹുൽ, എന്തൊക്കെ തന്നെയാലും നിൻ്റെ വിവാഹം നമുക്ക് നല്ല രീതിയിൽ നടത്തണം. അവളുടെ നമ്മൾ കഴിയുന്ന പരമാവധി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവളതിന് വഴങ്ങാൻ ഞാൻ എന്ത് ചെയ്യും? പാവം ഷമീറിന് സത്യം പറഞ്ഞാൽ ആയിഷയെ അല്ലായിരുന്നു ഇഷ്ടം. സത്യമായിട്ടും അവൻ്റെ മനസ്സിൽ സീനത്ത് മാത്രമായിരുന്നു. എന്നോടവൻ തുറന്നു പറഞ്ഞതാണ്. പക്ഷേ പിന്നീട് ആ പെൺകുട്ടിയാണ് ഈ ഒരു കാര്യം അതിൻ്റെ പിതാവ് DGP സാറിനോട് പറഞ്ഞിട്ട് ആ പെൺകുട്ടി ആണ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത്. അല്ലാതെ ഒരിക്കൽ പോലും ഷമീർ അവളെ ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. എന്താ ചെയ്യുക, അതായിരിക്കും വിധി. ആയിക്കോട്ടെ ആസിഫ് സർ, അത് നല്ലൊരു കാര്യം തന്നെയാണ്. അങ്ങനെ തന്നെ ആവേണ്ടത്. എൻ്റെ മനസ്സിലതാണ്, എൻ്റെ വീട്ടുകാരുടെയും ചിന്ത അത് തന്നെയാണ്. കാരണം അവൾ നല്ല രണ്ടാണുങ്ങളെ എന്നെ ഒഴിവാക്കിയത്. നിക്കാഹ് കഴിച്ച് ആ ഒരു കുഞ്ഞുണ്ടായിട്ട് പോലും എന്താ ചെയ്യുക? അതൊക്കെ അവൾ ഇട്ടെറിഞ്ഞു പോയി. എന്നാൽ ഇപ്പോൾ അവളുടെ ചിന്താഗതി വേറെ പലതും. എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ നേടണം, അവൾ വലിയ ആളാണ്, അതിനേക്കാളും വലിയൊരു ആളില്ല എന്നുള്ളൊരു ചിന്താഗതി വന്നിരിക്കുന്നു. ഞങ്ങളെയൊക്കെ ചീത്ത പറയും. എൻ്റെ കല്യാണക്കാര്യത്തെക്കുറിച്ച് ഒരു ദിവസം പറഞ്ഞ സമയത്ത് അവൾ പറഞ്ഞത് എന്താണെന്നോ, കല്യാണം ഇതൊന്നും പറഞ്ഞ് അതിന് നിൽക്കണ്ട, ഈ വീട്ടിലേക്ക് വന്നാൽ എൻ്റെ ഒരു ഭരണം ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഇവിടെ ബാക്കിയുള്ള ആരും വന്ന് കയറി നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്നാൽ ഉപ്പ പറഞ്ഞു, പൊന്നു മോളെ, നീ എന്തൊക്കെയാണ്, അവനക്കൊരു ജീവിതം വേണ്ടേ, നീ നിൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തിയതാണ്. ആര് പറഞ്ഞു? എനിക്ക് ഇനിയും വേണമെങ്കിൽ എത്രയോ ആളുകളെ കിട്ടും, ഞാൻ വേണ്ടെന്ന് വിചാരിച്ചിട്ടാ. ശരിക്കും അഹങ്കാരത്തിനൊരു കുറവുമില്ലായിരുന്നു ആ മോൾക്ക്. പിതാവിനോടൊക്കെ എന്തൊക്കെയോ പറയാ, അങ്ങനത്തെ രീതിയിലുള്ള സംസാരമായിരുന്നു. ഒരിക്കൽ അവൾ ഉമ്മയും ഉപ്പയും വെല്ലുവിളിച്ചതാണ്. അതായത് ആ രാജേഷിൻ്റെ കൂടെ ചേർന്ന് പൊട്ടൊക്കെ തൊട്ട് ഇവിടെ വന്ന് ചെറിയ ഡ്രസ്സൊക്കെ സാരി ബ്ലൗസൊക്കെ ഇട്ടിട്ട്, റബ്ബേ, അതൊന്നും ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു, എന്താ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഉപ്പയുടെയും ഉമ്മയുടെയും മുന്നിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെയാണ് പറഞ്ഞത്. എന്ത് ചെയ്യാൻ എനിക്കറിയില്ല. എന്നാൽ ആസിഫ് പറഞ്ഞു, എന്തായാലും വേണ്ടില്ല, നീ ഒരു വിവാഹം കഴിക്കട്ടോ, അല്ല ഞാൻ പറ്റില്ല. പിന്നെ എന്നാൽ നാളെ ഞങ്ങൾ അങ്ങോട്ട് കല്യാണം പറയാൻ വരാം. ഉമ്മാക്കും വരാൻ ആഗ്രഹമൊക്കെയുണ്ട്. സീനത്തിനെ ഒന്ന് കാണണം. കാരണം അവൾ അവിടെ കുറേ നിന്നതല്ലേ. എന്തൊക്കെ തന്നെയാലും ഷമീർ അവളെ രക്ഷിച്ചോ. ആ വീട്ടിൽ ആ ഉമ്മയല്ലേ അവളെ നോക്കിയിരുന്നത്. പിന്നല്ലേ അവൾ ഇങ്ങോട്ടൊക്കെ പോകുന്നത്. പിന്നെയല്ലേ അവൾ ആൾ മാറിയതും. സാരല്ല, ഞങ്ങളങ്ങോട്ട് നാളെ വരാം കേട്ടോ. എന്നാൽ ഷാഹുലിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷനായിരുന്നു. എല്ലാം പെങ്ങളായിട്ട് നഷ്ടപ്പെടുത്തി. സാരമില്ല, അവർ നല്ല രീതിയിൽ വരവേൽക്കാം. അങ്ങനെ അത് ഉമ്മയോട് കാര്യങ്ങൾ പറയുന്നു ഷാഹുൽ. ഉമ്മ, നാളെ ഇവിടേക്ക് ഒരു കൂട്ടർ കല്യാണം പറയാൻ വരുന്നുണ്ട്. മോനെ, കല്യാണം പറയാനോ? ആരാണ്? ഉമ്മയുടെ മരുമകനാകാൻ വേണ്ടി ഒരു കാലത്ത് കൊതിച്ചതായിരുന്നു. ഉമ്മ ശരിക്കും ഞെട്ടി. മോനെ? അതെ ഉമ്മ, നമ്മുടെ ഷമീർ SI ആണ് വരുന്നത്. അപ്പോൾ ആ കല്യാണം ഓക്കെ ആയില്ലേ? നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലോ എന്നറിയില്ല. നിക്കാഹ് പെട്ടെന്ന് വേണം, അത് ചെറുതായിട്ട്, പിന്നെ കല്യാണം ഉഷാറായിട്ട് നടത്താമെന്നൊക്കെ പറഞ്ഞതായിരുന്നു. എനിക്കറിയുന്നില്ല എന്താ സംഭവിച്ചതെന്നുള്ളത്. എന്തായാലും നാളെ കല്യാണം പറയുവാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരും. മോനെ, എന്താല്ലേ ചെയ്യുക? നമ്മുടെ മോൾ എല്ലാ ഭാഗ്യങ്ങളും ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ചാൽ അവൾക്ക് എങ്ങനെയാണ് ജീവിതം ഉണ്ടാകുക? അവൾ എങ്ങനെ ജീവിക്കുക? ഉമ്മ, ഇനി അവളെക്കുറിച്ചൊന്നും പറയണ്ട. അവൾക്കൊരു കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെ വരെ അവൾക്ക് ഇപ്പോൾ ഓർമ്മയില്ലല്ലോ. അവൾ വീണ്ടും, അതെ മോനെ, എന്താ മോനെ ചെയ്യുക?
അവൾ ഓരോ സമയത്ത് ഓരോ ജോലി, ഓരോ വർക്ക്, ഓരോ പഠനം അങ്ങനെ അങ്ങനെ പറഞ്ഞ് എന്താ ചെയ്യുക, സാരല്ല, എങ്ങനെങ്കിലുമൊക്കെ പഠിച്ചോ നല്ലൊരു ആളെ കൊടുക്കട്ടെ, അല്ല ഞാൻ പറ്റൂലല്ലോ. ഉമ്മ, എന്തായാലും നാളെ അവർ വരുമ്പോൾ അവൾ പ്രശ്നം എന്തെങ്കിലും, മോനെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഏതായാലും അവർ വന്നോട്ടെ. ഏതായാലും അന്ന് രാത്രി ഉപ്പയോട് അതാ പറയുന്നു ഉമ്മ. അതെ, പിന്നുണ്ടല്ലോ, നാളെ നമ്മുടെ ഷമീർ ഉണ്ടല്ലോ, അവൻ്റെ കല്യാണം ശരിയായിട്ട് കല്യാണം പറയാൻ വരുന്നുണ്ട്. ആ പിതാവ് മൗനം പാലിച്ചു. എന്താ ഇക്കങ്ങളൊന്നും മിണ്ടാത്തത്? എന്താടി, നമ്മളെ കയ്യിൽ നിന്ന് കിട്ടി വഴുതി പോയ ഭാഗ്യങ്ങളാണ് അതൊക്കെ. കിട്ടിയത് തട്ടിത്തെറിപ്പിച്ചതല്ലേ. എത്ര നല്ല മോനായിരുന്നു ആ ഷമീർ എസ് ഐ, കാണാനും സുന്ദരൻ. എന്താ പറയുക, അത്യാവശ്യം പഠനം, വിദ്യാഭ്യാസവും, നല്ല ജോലി, കാര്യങ്ങൾ, നല്ല സത്യസന്ധമായ പെരുമാറ്റം, എല്ലാം കൊണ്ട് നല്ലതായിരുന്നു. എന്താ ഇപ്പം ചെയ്യുക? അവർ വന്നോട്ടെ, നമ്മൾ തീർച്ചയായും അവരുടെ വിവാഹത്തിൽ പങ്കെടുക്കണം. കാരണം ആ ഉമ്മയും മകനും അത്രക്കും വന്ന് പറഞ്ഞതാണ് അവരുടെ വിവാഹകാര്യത്തെക്കുറിച്ചൊക്കെ. എന്താ ചെയ്യുക? നമ്മുടെ മോള് അതിൽ നിന്നും ഒന്നും നിന്നില്ലല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ലേ. അവർ വരട്ടെ, അവരെ സ്നേഹത്തോടെ നമുക്ക് സ്വീകരിക്കണം. കാരണം നമ്മുടെ മകളെ ജീവനോടെ തിരിച്ചു തന്നത് അവരാണ്. ആ രാജേഷിൻ്റെ കെണിയിൽപ്പെട്ട് അവൾ അവളുടെ വേണ്ടതൊക്കെ കാട്ടിക്കൂട്ടി അവസാനം ഉപേക്ഷിച്ച സമയത്ത് പാവം അവനാണ് അവരെ നോക്കി വളർത്തിയതും. പാവ ആ പ്രസവത്തിൻ്റെ കാര്യത്തിലാണ് എല്ലാത്തിനും കൂടെ സപ്പോർട്ടായി നിന്നത്. അവർക്ക് അവളെ വേണം, ഞാൻ അവളെ തേടി, ഞാൻ അവളെ എൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോയിക്കോളാം എന്നുള്ള ഒരു ഉറപ്പിൽ കൂടിയായിരുന്നു. നമ്മളെ മോളായിട്ട് ആ വാക്കങ്ങോട്ട് തെറ്റിച്ചു, വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇക്ക, ഏതായാലും അവർക്കൊക്കെ നല്ല ജീവിതം ഉണ്ടാകട്ടെ. നമ്മളെ മോള് എന്നാ നാവൊന്ന് പഠിക്കൽ. എടീ, നമ്മുടെ നൂഹ് നബി ഒരു കപ്പലുണ്ടാക്കി, നിനക്കറിയില്ല ചരിത്രം? ആ ആ അതിൽ ഒരു മകന് മാത്രം കയറിയില്ല, ബാക്കി എല്ലാവരും കയറി. അപ്പോൾ ഇദ്ദേഹം ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു, പഠിച്ചോനെ എൻ്റെ മോനെ എനിക്ക് കപ്പലിൽ കയറുന്നില്ലല്ലോ, സത്യവിശ്വാസികളായ ആളൊക്കെ കപ്പലിൽ കയറുന്നുണ്ട്, റബ്ബേ എൻ്റെ മോൻ കയറുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, അല്ലയോ നൂഹേ, അള്ളാഹുവിൻ്റെ വിളിയാളം വന്നു. വേണ്ട, അങ്ങനൊരു മോന് തന്നെ നിനക്കില്ലാന്ന് നീ വിചാരിച്ചാൽ മതി. കാരണം ഇബിലീസിൻ്റെ ഭാഗത്ത് ഒരു മോന് നിൽക്കണ്ടേ, അതാണ് സംഭവം. നമ്മൾ അള്ളാഹു ഹിദായത്തിലാക്കാൻ വിചാരിച്ചവർ മാത്രമേ ഹിദായത്തിലാവുകയുള്ളൂ, അല്ലാത്തവരൊന്നും തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കുക, അത് മാത്രമേ ഉള്ളൂ. നാളെ ഷമീറിൻ്റെ ഉമ്മയും അതുപോലെ ഷമീറും ആസിഫ് സാറും വിവാഹം പറയുവാൻ വേണ്ടി വരുന്നുണ്ട് എന്നുള്ള കാര്യം ഉമ്മയും ഉപ്പയും ചർച്ച ചെയ്തു. അങ്ങനെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു. എന്നാൽ ഈ സമയം അതാ നമ്മുടെ നൂറയുടെ വീട്ടിൽ, നൂറയുടെ ഹസ്ബൻഡിന് തീരെ അവളെ ഇഷ്ടമില്ലാത്ത രീതിയിലാണ്. പെങ്ങൾ ഫൗസിയയും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഉമ്മാക്ക് അതിലേറെ വിഷമം. എന്നാൽ വീട്ടിലുള്ള ആ ഒരു അവസ്ഥ ആലോചിക്കുമ്പോഴോ, ബാപ്പയുടെ ആ ഒരു വാക്കുകൾ, ബാപ്പ പറയുന്നത് കേട്ടില്ലേ, കെട്ടിച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുക അങ്ങനെയൊക്കെ. പക്ഷേ എൻ്റെ സുഖങ്ങളോ ദുഃഖങ്ങളോ അല്ലെങ്കിൽ എനിക്കെന്താ എൻ്റെ സ്ഥിതികൾ എന്താണെന്ന് പോലും ഉപ്പ അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് തിരക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. റബ്ബേ, ഞാനായിട്ട് ശരിക്കും നൂറ വിചാരിക്കുകയാണ്, ആ ഫോൺ കോളിലൂടെ കേട്ട വാക്കുകൾ, ഞാൻ ഒരിക്കലും പോകില്ല, മണങ്ങ് നിങ്ങളോട് പോയിക്കോളൂ, ഇവിടെ വേലക്കാരത്തിയിട്ട് ഇവിടെ നിർത്താൻ. അവളുടെ ഹൃദയം വല്ലാതെ വേദനിച്ചു. പക്ഷേ ഇവിടെ നിന്ന് ബാപ്പയുടെ ഈ അട്ടഹാസം കേൾക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് അവിടെ ആ ഉമ്മയുടെ ഒരു അടുക്കളക്കാരിയായി കഴിയുകയാണെന്നുള്ള കാര്യം അവൾക്ക് തോന്നി. എന്നാലും അവൾ ക്ഷമിച്ചു, സഹിച്ചു, എല്ലാം പടച്ച റബ്ബിൽ അർപ്പിച്ചു. അള്ളാഹുവേ റഹ്മാനെ, എനിക്ക് ഹൈറായ ജീവിതം തരണേ അല്ലാ. അവൾ ആലോചിച്ചു, വിവാഹം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് തൻ്റെ ഭർത്താവ് തന്നോട് സ്നേഹത്തോടെ ഒന്നും പെരുമാറിയിട്ടില്ല. പഠിച്ചോനെ, എനിക്ക് ഞാനൊന്ന് തല കറങ്ങി വീണതാണ് വലിയ പ്രശ്നം. അവരെല്ലാവരും എന്നെ കളിയാക്കി ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ്. റബ്ബേ, ഇനിയും ഞാൻ അങ്ങോട്ട് കയറി ചെല്ല, ഇഷ്ടമില്ലാത്തിടത്തേക്ക് കയറി ചെല്ലെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? റബ്ബേ അല്ലാ, നീ എന്നെ കാത്തു രക്ഷിക്ക് റഹ്മാനെ. നൂറ തേങ്ങുകയായിരുന്നു. എന്നാൽ അത് അവളുടെ ഹസ്ബൻഡിൻ്റെ ഉമ്മാക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു. അന്ന് അവളുടെ ഭർത്താവ് നേരം വൈകി വന്നപ്പോൾ പറഞ്ഞു, ആ പെണ്ണിനാണ് കൊണ്ടാക്കിയപ്പോൾ എനിക്ക് സമാധാനമായല്ലേ? പറഞ്ഞില്ലെന്ന് വേണ്ട, ഇങ്ങനത്തെ പെൺകുട്ടികളെ കണ്ണീര് തട്ടും, ഈ ഓർത്തോ. ഒരു കുഴപ്പമില്ലാത്ത പെൺകുട്ടികളെ
കൊണ്ടുപോയാണ്ട് ഒഴിവാക്കുക, തൊലാക്ക് ചെല്ലുക. എന്നാൽ ആ കുട്ടിയുടെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരിന് നല്ല വിലയുണ്ടാകും. ഹൃദയം പൊട്ടിയുള്ള ഒരു പ്രാർത്ഥന അത് മതിയാവും കുരുത്തക്കേട് തട്ടാൻ. നമ്മളെ പെൺകുട്ടികളെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവരെ കടുപ്പം കാട്ടാൻ പറ്റൂല. ഉമ്മ എന്തൊക്കെയാ പറയുന്നത്? ആ അസുഖക്കാരനെയാണോ എൻ്റെ തലേക്ക് നിങ്ങൾ കെട്ടിവെച്ചത്? എന്നിട്ട് പോയി എൻ്റെ സ്റ്റാൻഡേർഡ് തന്നെ മറിഞ്ഞു ആകെ. എല്ലാവരോട് ചോദിക്കും ഭാര്യയ്ക്ക് ഇളക്കം തുടങ്ങിയോ, എന്തൊക്കെയാണ് ചോദിക്കുന്നത്. എന്നെ കൊണ്ട് വയ്യ മോനെ, അതെന്നെ കളിയാക്കാൻ വേണ്ടി പറയാണ്. അപ്പം നീ അവരുടെ മുമ്പിലൂടെ നടന്ന് കാട്ടി കൊടുക്കാൻ വേണ്ടത് അവളെ കയ്യും പിടിച്ച്. കൈ പിടിക്കാൻ പറ്റിയൊരു സാധനം. എന്നിട്ട് ബോധം എങ്ങാനും കെട്ടാൽ വീണ്ടും ഞാൻ അവളെ എടുത്ത് തലയിൽ വെക്കാനോ? അവളൊന്ന് പോയി തരുമോ മോനെ? നീ ഞാൻ പറഞ്ഞ് അനുസരിച്ചോ? ആ കുട്ടിയെ പോയി കൊണ്ടുവന്നയ്യേ. എന്തിന് വേണ്ടിയിട്ട്? ഇവിടെ ഇതിങ്ങനെ പ്രതിമാക്കി വെക്കാനോ? നല്ല മോളാണ് ആ പെണ്ണ്, ഈ ഓളെ നഷ്ടപ്പെടുത്തണ്ട. ഉമ്മ ഒന്നും മിണ്ടാതിരിക്കോ? ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ കൊണ്ടുവരൂല. വേണമെങ്കിൽ പോയി കൊണ്ടുവന്നോണ്ടി നാളെ തന്നെ. ആ, നിങ്ങൾക്ക് അത്ര ഇഷ്ടമാണെങ്കിൽ. ശരിക്കും അവൻ്റെ വാക്കുകൾ കേട്ട് ഉമ്മ ഒന്ന് ഞെട്ടി. മോനെ, നീ ഉണ്ടായിക്കൊണ്ട് ഇപ്പോൾ ഞാൻ കൊണ്ടുവരാൻ പോകാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമാണോ? അതിനെന്താ, ഒരു ഓട്ടോ വിളിച്ച് പോകണം? കാർ തന്നെ പോകലും വരലും വേണമെന്നൊന്നുമില്ലല്ലോ. നിങ്ങൾക്കൊരു ഓട്ടോ വിളിച്ചോളെ കൊണ്ടുവന്നാൽ പോരെ? ഓൾ വലിയ രാജകുമാരിയൊന്നുമല്ലല്ലോ. കൊണ്ടുവന്നോളി ഇവിടുത്തെ അടുക്കള പെണ്ണിക്ക്, മനസ്സിലായല്ലോ? അല്ലാതെ ഒരിക്കൽ പോലും എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ റൂമിൽ ഞാൻ കെടുത്തില്ല, പറഞ്ഞില്ലെന്ന് വേണ്ട. ശരിക്കും അവൻ്റെ ആ വാക്കുകൾ കേട്ട് ഉമ്മ തകർന്നു പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ പാവം പെണ്ണ്. എന്താ വിചാരിക്കുക? ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവുമായിരിക്കും. അല്ലാ റബ്ബേ, ഈ ചെക്കൻ്റെ ഒരു സ്വഭാവം, ആരാണ് ഇവൻ എങ്ങനെ മൂച്ചിമ കയറ്റിയതാവോ? നിർഭാഗ്യവശാൽ നൂറയുടെ ആ കല്യാണത്തിൻ്റെ ആ ഒരു തലക്കറങ്ങി വീഴലാണ് ഇതിനൊക്കെ കാരണം. പഠിച്ചോനെ അല്ല, ആ കുട്ടിക്ക് മനസ്സുകൊന്നും തോന്നരുതേ അല്ല. പഠിച്ചോനെ, ഇനിയിപ്പോൾ എൻ്റെ മോനെ ഓൾ ഒഴിവാക്കുകയാണെങ്കിൽ, കൽപ്പിച്ചൂട്ടി ഒഴിവാക്കുക, ബുദ്ധിമുട്ടൊക്കെ ആക്കുകയാണെങ്കിൽ റഹ്മാനെ, അവൾക്ക് നീ നല്ലൊരു സ്വാലിഹായ ഹയറായൊരു ഭർത്താവിന് നീ കൊടുക്കല്ല. ശരിക്കും അവളുടെ ഭർത്താവിൻ്റെ ഉമ്മ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. ആ ഉമ്മയുടെ പ്രാർത്ഥന പടച്ച സ്വീകരിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.